ഇന്ന് നമുക്ക് പെരുന്നാളൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ബിരിയാണി ഉണ്ട്. പെരുന്നാൾക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പാർട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ ബിരിയാണിയാണ്. ടിക്ക ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനെന്താ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 3 ടീസ്പൂണ് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് പിന്നെ ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഇടുന്നത് ഞാൻ 3 ടീസ്പൂൺ ഇടുന്നത് ടിക്ക മസാലയാണ്. ഞാൻ ഈ ഗരം മസാലേൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ജീരകത്തിൻ്റെ അതൊക്കെ പൊടിക്കണം എല്ലാത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ടിക്ക മസാല ഞാനിവിടെ ഉണ്ടാക്കിയതിനാണ് അതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. അതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 1/4 കപ്പ് തൈരും ആവശ്യത്തിനുള്ള ഉപ്പും 1 മുറി നാരങ്ങാ നീരും പാടെ ഒഴിച്ച് നല്ലപോലെ മസാല കൈകൊണ്ട് മിക്സ് ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല. അടിപൊളി ഫ്ലേവറാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന ചിക്കന് ഇതിലേക്ക് ഇടുക കേട്ടോ. ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വെള്ളം നല്ലപോലെ വാരണം. അപ്പോഴാണ് നമ്മുടെ ചിക്കനിൽ മസാല നല്ലപോലെ പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ അത് അടച്ച് വയ്ക്കാൻ 3 മണിക്കൂർ ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് 3 മണിക്കൂർ അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും ഇതൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 6 ഉള്ളി എടുത്തിട്ടുണ്ട്. 6 ഉള്ളി നല്ലപോലെ കനല്ലാതെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വറുത്തിട്ടാണ് ഉള്ളി എടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളി ഞാൻ മുഴുവനായിട്ടും വറുത്തെടുക്കുന്നുണ്ട്. അത് ഞാൻ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയൊക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ചിക്കനിൽ നല്ലപോലെ മസാല കോട്ടായിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ വെള്ളം ഉണ്ട് പറഞ്ഞാൽ ഇതേപോലെ മസാല കോട്ടായി നല്ല പിടിച്ച് കിട്ടില്ല. അപ്പോൾ ഇതിനാണ് ചിക്കനിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല പറഞ്ഞിട്ടാ. നിങ്ങൾക്ക് ചിക്കന് നല്ല ചുവപ്പ് കളർ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഫുഡ് കളർ ചേർത്തിയാൽ മതി. ഞാനിതിൽ ഫുഡ് കളറൊന്നും ചേർത്തിയിട്ടില്ല. ചിക്കൻ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ നമ്മൾ കുക്കാക്കി എടുക്കണം. നല്ലപോലെ പൊരിച്ചെടുക്കുക. എന്തോ ഒരു ടേസ്റ്റും എന്തോ ഒരു ഫ്ലേവറുമാണ് അറിയും ഈ മസാലയൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ചിക്കന് മുഴുവനായിട്ടും 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. പൊരിച്ചെടുത്ത ചിക്കൻ മുഴുവനായിട്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിത് ടിക്ക മസാല ടിക്ക ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഞാനൊരു തുണ്ട് കരിക്കട്ട അടുപ്പിൽ നിന്ന് നമ്മൾ കത്തിക്കില്ലേ, ആ കരിക്കട്ട തന്നെയാണ് എടുത്ത് നല്ലപോലെ കത്തിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുക പോണതിന് മുമ്പ് തന്നെ അടച്ചു കൊടുക്കുക. അതവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം ഞാനിത് മസാല ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അരി ഒന്ന് കഴുകി വെള്ളത്തിലിടുക. 2-3 പ്രാവശ്യം അരി ഒന്ന് കഴുകിയിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരമൊന്നും കുതിരാൻ വെക്കണ്ട. ഒരു 20 മിനിറ്റ് മാത്രം കുതിർത്തിയാൽ മതി. ഞാനിത് എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ ഞാൻ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. അത് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു കറുത്ത ഏലക്ക എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണം നിർബന്ധമൊന്നുമില്ല. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിൻ്റെയൊക്കെ നല്ലപോലെ ഒരു ഫ്ലേവറൊക്കെ വന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉള്ളി വറുത്ത് ഇടുന്നുണ്ട്. ഉള്ളി വറുത്ത് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് കിട്ടുമല്ലോ. ഞാൻ 6 ഉള്ളി വറുത്തിട്ടുണ്ട്. 7 ഉള്ളി വറുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് 1 ഉള്ളി വേറെയും 6 എണ്ണം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഇട്ട് അതിൻ്റെ നല്ലപോലെ പച്ചമണം പോകുന്ന വരെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നല്ലപോലെ വഴന്നിട്ടുണ്ട്. 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളിടണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ചിക്കനിലൊക്കെ നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇട്ട കാരണം കൊണ്ട് എരിവ് ഉണ്ടാകട്ടെ. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി. ഇതിന് ഒരുപാട് എരിവൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈരും പുളിയുള്ളതാണ്. പുളി ഇല്ലാത്ത തൈരാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ഒഴിക്കാം. പിന്നെ ഇട്ട എല്ലാ സാധനവും നല്ലപോലെ എണ്ണ തെളിയുന്നവരെ വഴറ്റി കൊടുക്കണം കേട്ടോ. വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. 6 ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ചിട്ട് 6 ഉള്ളിയിൽ നിന്ന് ബാക്കിയുള്ള 5 ഉള്ളി മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടുന്നുണ്ട്. അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുന്നുണ്ട്.
ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതാ ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ സ്മോക്ക് ചെയ്ത ചിക്കൻ മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു 5-6 കഷ്ണം അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ചിക്കന് ഈ മസാലയിലേക്ക് ഇടാണ്ട്. പിന്നെ ചിക്കൻ ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും ഇടുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് അവിടെ വെക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ചെറിയ തീയിലാക്കിയിട്ടാണ് അവിടെ ഏറ്റവും ചെറിയ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാൻ എടുക്കാം. ഇപ്പോഴും വലിയൊരു ചട്ടി വെക്കട്ടെ ചോറുണ്ടാക്കാൻ. നമ്മൾ വെച്ച് ഊറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ചോറ് വെക്കാൻ ആവശ്യമുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോന് അരിയായിട്ടാണ് വെക്കുന്നത്. വെള്ളം കുറച്ച് കൂടുതൽ വെക്കുക കേട്ടോ, നമ്മൾ വെച്ച് ഊറ്റിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഷാജീരകം ഇട്ടിട്ടുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഒരു മുറി നാരങ്ങാ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് കിടട്ടെ. തിളച്ച് കിട്ടുന്ന സമയം കൊണ്ട് ഞാനിത് അതിലേക്ക് വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം നമ്മൾ 20 മിനിറ്റ് കുതിർത്തി അരിനെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോ ചെക്ക് ചെയ്യുക. ഉപ്പ് ഇത്തിരി കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതിന് ശേഷം ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് ഇനി നല്ലപോലെ തിളക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കിത് ചിക്കനൊക്കെ നോക്കി നോക്കാം. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ട് കേട്ടോ. അടിപൊളി മസാല ആയിട്ടുണ്ട്. പിന്നെ അത് തുറന്നിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര എന്തായാലും മസ്റ്റായിട്ട് ഇടുക കേട്ടോ. തീരെ പഞ്ചസാര വേണ്ടാന്നുള്ള ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യുക, ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 3/4 വേവാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഫുള്ളായിട്ട് വേവിക്കണില്ല. ബാക്കി നമ്മൾ ദമ്മിലിടുമ്പോഴാണ് വേവിക്കുന്നത്. ഇനി നമുക്ക് ദമ്മിടാം. നമ്മൾ ദമ്മിടുമ്പോൾ ചിക്കനും ചോറും ഒരേ ചൂട് വേണം കേട്ടോ. അഥവാ നിങ്ങൾ മസാല ഓഫാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ദമ്മിടുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി അത് നല്ലപോലെ തിളച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ ചോറ് മുഴുവനായിട്ടും ചോറിൻ്റെ പകുതി ചോറ് ഞാൻ അടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അടിയിലിട്ടതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഒഴിച്ചത് കുങ്കുമപ്പൂവാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അത് ഒഴിച്ചാലും മതി. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് നെയ്യാണ്. നമ്മൾ ചോറിൽ വെച്ച് ഊറ്റിയതല്ലേ, അപ്പോൾ അതിൽ കുറച്ചൊരു പിന്നെ മണമൊക്കെ വേണമെങ്കിൽ നെയ്യ് ഒഴിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. നടുവിലാണ് മസാല ഇടുന്നത്. ബാക്കിയുള്ള ചോറ് ഞാൻ ഇതുപോലെ തന്നെ മേലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ലെവലാക്കിയതിന് ശേഷം ഞാനത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഉള്ളി വറുത്തതും മല്ലിയില, പുതിനയില, പിന്നെ കുങ്കുമപ്പൂവിൻ്റെ വെള്ളം, ഈ കുങ്കുമപ്പൂവിൻ്റെ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കുറച്ച് നെയ്യ്, ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ വെറുതെ ഒരു പച്ചരി വെച്ച പോലെ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വന്നില്ല. ആ ചിക്കൻ ഞാൻ ഇതിൻ്റെ മേലൊന്നും വെക്കുന്നുണ്ട്, വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചിക്കൻ അതിൽ ഞാൻ കുറച്ച് 5-6 തുണ്ട് മേലെ ഇട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഇനി ഇത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 20-30 മിനിറ്റ് നമ്മൾ ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സമയമുള്ളതിനനുസരിച്ചിട്ട് ദം ചെയ്യുക. ഒരു 30 മിനിറ്റ് ഞാനിത് ദം ചെയ്തെടുക്കുന്നുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ തുറക്കരുത്. ഒരു 10-20 മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക. ദമ്മ് പിന്നെ ഫ്ലെയിം ഓഫാക്കി വിടുമ്പോൾ ഒരിക്കലും തുറക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 20-30 എത്ര സമയം നിങ്ങൾക്ക് ഉള്ളത് അതിനനുസരിച്ചിട്ട് വെച്ചതിന് ശേഷം മാത്രം തുറക്കുക. പിന്നെ തുറന്നതിന് ശേഷം ഞാൻ അതിൻ്റെ മേലുള്ള ചിക്കൻ മുഴുവനായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. മാറ്റിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചോറ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ചോറും മസാലയും പടെ എന്നിട്ടാണ് ഇത് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇത് തുറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരെ കൊണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു. അസ്സലാമു അലൈക്കും. ബായ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഓക്കെ, താങ്ക് യു, ബൈ.